പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 21 തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. ആമേൻ. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം. 138 സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ കർത്താവിനെ കീർത്തിക്കും. ഞാൻ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് കർത്താവിന്റെ വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിന്റെ നാമത്തിന് മീതെയൊക്കെയും കർത്താവിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബം പോലെ അപ്പയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അപ്പൊ രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ അതിന്മേൽ അത്ഭുതം നടക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരുമനപ്പെട്ട് ഐക്യമത്യപ്പെട്ട് ഈ ലോകത്തിൽ ഒരു ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ ആത്മപകർച്ച ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവൻ ശക്തന്മാരായ അഭിഷക്തന്മാർ എഴുന്നേൽക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ ഭൂമിയെ മൂടുന്ന ഒരു ആത്മപകർച്ച ഉണ്ടാകണമേ. ഈ ഭൂമിയെ മൂടുന്ന ഒരു ആത്മപകർച്ച ഉണ്ടാകണമേ. അനേകർ വിടുവിക്കപ്പെടുവാൻ, അനേകർ രക്ഷിക്കപ്പെടുവാൻ, അനേകർ കർത്താവിലേക്ക് വരുവാൻ തക്ക വിധത്തിലുള്ള ഒരു ആത്മാവിന്റെ പകർച്ച കർത്താവേ, പെന്തക്കോസ്ത് നാളിൽ പകർന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ പകരപ്പെടുന്നതിനായി സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതിനകത്ത് രോഗികളായിട്ടിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടി തന്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി പുറത്തു വരട്ടെ. അമേൻ. കുടുംബത്തിനകത്ത് സമാധാനമില്ല, അമേൻ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അതിനകത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അമേൻ. താങ്ക് യു ലോർഡ്. അതുപോലെ ബിസിനസ്, ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഫേവർ കൊടുക്കണം. ഈ മാസത്തിന്റെ അവസാന വീക്കിൽ ഒരു സ്പെഷ്യൽ ഫേവർ യേശുവിൻ നാമത്തിൽ തന്നെ മക്കളുടെ ലൈഫിൽ, മക്കളുടെ ജോലിയിൽ, മക്കൾ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവെ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവെ. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവെ. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവെ. നാളെ നടക്കുവാനുള്ള സഭായോഗങ്ങളിൽ വലിയ ദൈവമഹത്വം വ്യാപരിക്കണമേ, വലിയ ദൈവകൃപ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്കാനിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്കാനിങ് ചെയ്യാൻ പോകുന്നവർ, സ്കാനിങ്ങിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നോർമൽ റിസൾട്ടുകൾ സ്കാനിങ്ങിനകത്തൂടെ പുറത്തു വരട്ടെ. രോഗമില്ല എന്ന സർട്ടിഫിക്കറ്റ് യേശുവിന്റെ നാമത്തിൽ വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ബ്ലഡ് റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. ബയോപ്സി റിസൾട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ അതിന്മേലും ദൈവത്തിന്റെ അത്ഭുതം നടന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. തന്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവിനെ സേവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ യെശയ്യാവിന്റെ പുസ്തകം 53 അതിന്റെ 3-ാമത്തെ വാക്യവും 52 14-ാമത്തെ വാക്യവുമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. 53:3 പറയുന്നു, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. 52:14 പറയുന്നത്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും
അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാർ വിരൂപമായിരിക്കെ കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. ആമേൻ. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തു ആമേൻ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ ഓർപ്പിക്കുന്ന വാക്യങ്ങളാണിത്. ഈ ത്യാഗങ്ങളെ ഓർക്കുവാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ സഭായോഗങ്ങളിൽ കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുന്നത്. ജസ്റ്റ് നമ്മൾ ആ കർത്താവിന്റെ മേശയെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ അപ്പവും വീഞ്ഞുമാണ് ആമേൻ നമ്മൾ ആ മേശയിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളായി തിരഞ്ഞെടുക്കുന്നത്. കാരണം യേശു ക്രൂശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കുരിശിൽ യാഗമാകുമ്പോൾ തനിക്ക് സംഭവിച്ചതിന്റെ പ്രായോഗികമായ ദൃശ്യമായ ഓർമ്മപ്പെടുത്തലുകളാണ് അവൻ നമ്മൾ ഈ അപ്പവും വീഞ്ഞും ഒക്കെ ലഭിക്കുന്നതിന് കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത്. ഈ നമ്മുടെ കയ്യിൽ ഈ അപ്പം ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ മുന്തിരിച്ചാറ് അല്ലെങ്കിൽ ഈ വീഞ്ഞ് ലഭിക്കുന്നതിന് മുമ്പ്, ഇത് രണ്ടും അപ്പം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഗോതമ്പ് ആമേൻ അതിന്റെ എന്നാ പറയുന്നത്, അതിനെ നമ്മൾ പറിച്ചെടുത്ത് മെതിച്ചെടുത്ത് ആമേൻ പൊടിച്ചാണ് ഈ സംഭവം ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആ പൗഡർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കുഴച്ചെടുത്ത് അപ്പമാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ മുന്തിരി ആണെങ്കിലും പറിച്ചെടുത്ത് ക്രഷ് ചെയ്യും. അത് ചക്കിനകത്തൂടെ കടന്നുപോയിട്ടാണ് ഹല്ലേലൂയ അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഗോതമ്പായിട്ട് തിന്നാൽ നമുക്ക് അപ്പമാകത്തില്ല. മുന്തിരിയായിട്ട് തിന്നാൽ നമുക്ക് എന്താകത്തില്ല, അത് വീഞ്ഞായി കിട്ടത്തില്ല. അത് മുന്തിരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അത് ചില പ്രോസസ്സുകളിലൂടെ കടന്നുപോയതിന് ശേഷമാണ് നമുക്കത് അപ്പമായിട്ടും വീഞ്ഞായിട്ടും കിട്ടുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് കർത്താവിന്റെ ശരീരം അല്ലെങ്കിൽ നമ്മൾ ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ അത് മനസ്സിലാക്കി പങ്കെടുക്കേണ്ടത് പലപ്പോഴും ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഈ അപ്പം ഭക്ഷിക്കുമ്പോഴാണെങ്കിലും പാനപാത്രത്തിൽ പങ്കാളികളാകുമ്പോഴും ആമേൻ അതിനകത്ത് നമ്മൾ പെട്ടെന്ന് അതിനെ ഒരു റിലീജിയസ് ആക്ടിവിറ്റി ആയിട്ട് കാണാതെ, അതിനകത്ത് ഭയങ്കര തിരക്കിടാതെ, നമുക്കായി കർത്താവ് ചെയ്തതിനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഈ അപ്പം ഉണ്ടാക്കാൻ ഉണ്ടായ പാടുകൾ നമുക്ക് ഓർക്കാം. ആമേൻ. അതായത് അത് വയലിൽ വിതയ്ക്കപ്പെട്ടു, അത് വയലിൽ വളർന്നു വന്നു, അത് വയലിൽ നിന്ന് ആമേൻ കൊയ്തെടുത്തു, അത് അടിച്ചടിച്ച് അല്ലെങ്കിൽ മെതിച്ചെടുത്ത് അതിനെ കൊണ്ടുവന്ന് ഒരു മിഷനകത്തൂടെ പൊടിച്ചിട്ടാണ് ഇത് അതിനുശേഷം ഇതിനെ കുഴച്ച് നമ്മൾ അപ്പമാക്കി മാറ്റുന്നത്. ആമേൻ. യേശുവിന്റെ കാലത്താണെങ്കിലും നമുക്കറിയാം ഇതുപോലെ ഗോതമ്പ് മെതിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെതായ പ്രോസസ്സുകളിലൂടെ പോയിട്ടാണ് ആമേൻ ഇത് നമ്മുടെ കയ്യിൽ അപ്പമായി തീയിൽ ചുട്ട് അല്ലെങ്കിൽ കല്ലിൽ ചുട്ട് നമ്മുടെ കയ്യിൽ അപ്പമായിട്ട് വരുന്നത്. ഇതെല്ലാം അല്ലെങ്കിൽ വീഞ്ഞും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശുവിന് സംഭവിച്ചതിന്റെ ഒരു ഓർമ്മയാണ്. എനിക്കും നിങ്ങൾക്കും ജീവന്റെ അപ്പമായി മാറുവാൻ അവൻ പല കോടതികളിൽ നമുക്ക് വേണ്ടി അവൻ ക്രൂശീകരണത്തിന് മുമ്പ് അവനെ അവർ വിസ്തരിച്ചു, അവൻ ക്രൂരമായി മർദ്ദിച്ചു. അവൻ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അവനെ പരിഹസിച്ചു, അവന്റെ മേൽ തുപ്പി, അവന്റെ മുഖത്തടിച്ചു, അവന്റെ മുഖത്തെ രോമം വലിച്ചു പറിച്ചു. ആമേൻ, ഹല്ലേലൂയ. റോമൻ പടയാളികൾ ചമ്മട്ടി കൊണ്ട് അടിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് അവർ അവനെ മർദ്ദിച്ച് ശരീരത്തിൽ ഒരു കടും ചുവപ്പ് ധരിപ്പിച്ചു, മുൾക്കിരീടം വെച്ചു, അവന്റെ തലയിൽ അടിച്ചു, അവന്റെ വലത്ത് കൈയിൽ ഒരു ഇത് വെച്ചു, അവന്റെ മുമ്പിൽ കുമ്പിട്ട് അവനെ പരിഹസിച്ചു, അവന്റെ മേൽ തുപ്പി. എന്തൊക്കെ ചെയ്യാമോ ഹല്ലേലൂയ. ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും ആമേൻ അവന്റെ ശരീരത്തിൽ നിന്ന് മാംസം ചെതറിപ്പോയി, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, അവസാനം പരിഹസിച്ചു മടുത്തപ്പോൾ അവർ അവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. അതെല്ലാം അവന്റെ ശരീരം ക്രൂശിൽ തറയ്ക്കുന്നതിന് മുമ്പായിരുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷകൻ സഹിച്ച ഭയാനകമായ പീഡനങ്ങളും നിന്ദ്യമായ അപമാനവും അസഹനീയമായ വേദനയും നമുക്കൊരിക്കലും പൂർണ്ണമായി സങ്കല്പിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയില്ല. എനിക്കും നിങ്ങൾക്കും നമ്മുടെ ശരീരത്തിലെ അസുഖത്തിന്റെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ അവൻ കഷ്ടപ്പെട്ടു. അവൻ വഹിച്ച ചമ്മട്ടിയാൽ നാം അല്ലെങ്കിൽ അവനേറ്റ അടിപ്പിണരുകളാൽ എന്ത് നമുക്ക് ലഭിച്ചു? അവൻ നമുക്ക് സൗഖ്യം തന്നു. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു ഇത് കർത്താവിന്റെ ആ ക്രൂശ് മരണത്തിൽ സംഭവിച്ച കാര്യങ്ങളാണെന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ പ്രാവശ്യം കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോഴും നമ്മളിത് ധ്യാനിച്ചുകൊണ്ട് പങ്കെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ദൈവിക ആരോഗ്യവും ദൈവിക അനുഗ്രഹങ്ങളും വീണ്ടും പകരപ്പെടുകയാണ് ചെയ്യുന്നത്. കർത്തൃമേശയിൽ നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്തൃമേശയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മൾ ഇതിൽ പങ്കാളികളാകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇതിൽ പങ്കാളികളാകുന്നത്
ആമേൻ, നമ്മുടെ ജീവിതത്തെ വീണ്ടും ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഇനിയും അടുത്ത കർത്തൃമേശ നിങ്ങൾ എപ്പോൾ പങ്കെടുക്കുന്നു, പൂർണ്ണമായി വിവേചിച്ച് അല്ലെങ്കിൽ അറിഞ്ഞ് തിരിച്ചറിവോടുകൂടെ ഓർത്ത് ആമേൻ വേണം മേശയിൽ പങ്കെടുക്കുവാൻ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗിയായിരിക്കാനല്ല അവൻ നമുക്ക് വേണ്ടി രോഗം ശീലിച്ചവനായി തീർന്നത്, അവൻ തകർത്തത്, അവന്റെ ശരീരം ഇഞ്ചിഞ്ചായി തകർത്ത് കളഞ്ഞത് നമുക്ക് പൂർണ്ണ സൗഖ്യം തരും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം വ്യാപരിക്കും. കാരണം കർത്താവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ എത്ര വിട്ടുമാറാത്ത രോഗമാണെങ്കിലും, എത്ര മാരകമായ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിലും, യേശു ആ ശരീരം തകർത്തത് എനിക്കും നിങ്ങൾക്കും സൗഖ്യം തരുവാനാണ്. ഇന്ന് നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സൗഖ്യത്തെ സ്വീകരിച്ചാണ് അവന്റെ അടിപ്പിണരിൽ നമുക്ക് സൗഖ്യം വന്നു. ആമേൻ. ഇത് ധ്യാനിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഓർക്കണം, ഇടയ്ക്കിടയ്ക്ക് അതിനായിട്ട് സ്തോത്രം പറയണം. അപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണ ആരോഗ്യത്തിലായിത്തീരും. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.